ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു പെറ്റലിൻ്റെ സെൻറ്ററിൽ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ സൈഡിലൂടെ തന്നെ ഓരോ കട്ട് ബീഡ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇവിടെ ചെറിയൊരു കർവ് പോലെ ആയതിനാലാണ് ഓരോ കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. എന്നാൽ സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 2 or 3 ബീഡ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാം. കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളും കണ്ടിട്ട് ഈ ഒരു ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഒരു ബീഡ്സും കൂട്ടി ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇവിടെ എത്തുമ്പോൾ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് പോകാൻ. ഇവിടെ ചെറിയൊരു കർവ് പോലെ ആയതിനാൽ ഓരോ ബീഡ്സ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ 2 or 3 വരെ കട്ട് ബീഡ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാം. ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെയല്ല കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പ്രാക്ടീസ് ചെയ്യും തോറും നമുക്ക് വളരെ ഈസി ആയിട്ട് വരും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണേ. ഇവിടെയായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. പിക്ചറിന് ചുറ്റുമായിട്ട് സിൽക്ക് ത്രെഡോ സിറി ത്രെഡോ ഉപയോഗിച്ച് ഔട്ടർ ലൈൻ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം.
സെൻറ്ററിലായിട്ട് ഞാനൊരു മുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ കുന്തൻ സ്റ്റോണോ ചക്രയോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം.